ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാവം വക്കീലിന്റെ ഭാര്യയും ഭർത്താവും കടി അതോടെ അവസാനിക്കുള്ള ദൈവമേ. കൊടുത്ത കൊല്ലത്ത് കിട്ടുന്ന വക്കീലിന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ചാൻസ് ആണിത്. ഹലോ മാഡം, എന്നാ പിന്നെ നമുക്ക് പോവാം. ഇവിടെ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ വീട്ടിലേക്ക് വെക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അർച്ചനയും കൂട്ടിക്കൊണ്ടുവരാം. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മോനെ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനിയും ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാര്യമില്ലെന്നോ? എന്തായി പറയുന്നേ? അർച്ചന ഹോസ്പിറ്റലുണ്ട്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? സച്ചിയേട്ടാന്ന് വിളിച്ച് കരഞ്ഞോണ്ട് അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നത് പിന്നെന്താ കള്ളമാണോ? മോനെ, നീ പറഞ്ഞത് കേട്ട് അനൂപ് ആശുപത്രി പോയി. അവിടെ എല്ലാം അന്വേഷിച്ചു. ഇനി അവിടെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നിട്ട് നീ കണ്ടത് അർച്ചനയൊന്നുമല്ല, അത് നിന്റെ തോന്നലായിരുന്നു. ഇതുപോലെയുള്ള തോന്നലുകൾ കൊണ്ടാ പലപ്പോഴും അബദ്ധം പറ്റുന്നത്. അല്ല അമ്മേ, തോന്നലല്ല, അത് അർച്ചന തന്നെ ആയിരുന്നു. മോനെ, അത് അവളല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അവള് അവിടെ തന്നെ കാണും. സച്ചേട്ടാന്നുള്ള അവളുടെ വിളി കേട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയതാ. അപ്പോഴാ CA എന്നെ നീ കണ്ടത് അർച്ചനയായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴും അവൾ ആശുപത്രി തന്നെ കാണണ്ടേ? ഞാൻ അവിടുത്തെ എല്ലാ മുറികളും നോക്കി. അർച്ചന അവിടെ എങ്ങും ഇല്ല. ആരെ കണ്ടാലും അർച്ചനേട്ടത്തെയാണെന്നും പറഞ്ഞ് പിന്നാലെ പോയി തല്ലു വാങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ സച്ചേട്ടാ? എന്റെ ഊണിലും ഉറക്കത്തിലും അവളും കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം സത്യമാ. മുമ്പ് ഒരുപാട് തവണ അർച്ചനയാണെന്ന് കരുതി ഞാൻ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് അനുവേട്ട. പക്ഷെ ഇത് അങ്ങനെയല്ല. മോനെ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കണ്ടത് അർച്ചനയെ തന്നെയാ. സച്ചേട്ടാ, അനുപേട്ടൻ പോയി അന്വേഷിച്ചല്ലേ, എന്നിട്ട് കണ്ടില്ലല്ലോ. ഇനി ഇതുപോലെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ സച്ചേട്ടനെ കണ്ട് നിലവിളിച്ചുകൊണ്ട് അർച്ചനയെടുത്തി ഓടി വന്നു എന്നല്ലേ പറഞ്ഞത്? ആ അതെ. അങ്ങനെയുള്ള അർച്ചനയെടുത്തി സച്ചേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന കണ്ടാൽ വെറുതെ ഇരിക്കോ? ആരൊക്കെ തടഞ്ഞാലും പിന്നാലെ വരില്ലേ? എന്നിട്ടും അർച്ചനയെടുത്തി എന്താ ഇതുവരെ വരാതിരുന്നേ? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, സച്ചി കണ്ടത് അച്ചുവിനെ അല്ല. മോനെ, സച്ചി, ഇത്രയും കാലത്തിന് ശേഷം അവള് നിന്നെ കണ്ടെങ്കിൽ പോലീസല്ല പട്ടാളം നിന്നെ കൊണ്ടുപോയാലും ഭ്രാന്ത് പിടിച്ച പോലെ ഏത് ചങ്ങനെയും പൊട്ടിച്ചിട്ടായാലും അവള് നിന്റെ അടുത്തേക്ക് ഓടി വന്നാനെ. അങ്ങനെ തന്നെ അനുവേട്ട വന്നത്. അതിനിടയിലാ എന്നെ പോലീസ് പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് അവളുടെ പിന്നാലെ ചിലർ ഓടി വന്ന കാര്യം. അവരെല്ലാരും കൂടി ചേർന്ന് അർച്ചനെ പിടിച്ചു വലിച്ച് ബലമായിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തൊന്ന് വിശ്വസിക്കൂ. ഞാൻ പറയുന്ന കള്ളമല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി മോനെ? അതമ്മേ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അവൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കാണും. ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും വിശ്വാസമായില്ലല്ലേ? ആരും വിശ്വസിക്കണ്ട. എനിക്കറിയാം എന്റെ അർച്ചനെ കണ്ടുപിടിക്കാൻ. അവളെ ആരൊക്കെയോ ചേർന്ന് ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുക. അവളെന്നെ സച്ചേട്ടാന്ന് വിളിച്ച ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴുകുന്നുണ്ട്. അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്ന കാഴ്ച ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്നല്ല, ഈ ലോകം മുഴുവൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല.
എന്റെ അർച്ചന തന്നെയാണത്. ഞാൻ കൊണ്ടുവരും അവളെ. സച്ചി മോനെ നിക്ക്. മോനെ, സച്ചി വേണ്ട, നീ പോണ്ട ഇല്ല, ആരും എന്നെ തടയണ്ട. അനുവേട്ടാ, എനിക്ക് പോയേ പറ്റൂ. മോനെ. സച്ചി, ഏയ് സച്ചിയുടെ അപ്പ അവളുടെ അജ്ഞാതവാസകാലം അവസാനിച്ചു. അധികം താമസിയാതെ ഇവൻ അവളിലേക്ക് എത്തും, അതുറപ്പ്. പാവം വക്കീലിന്റെ ഭാര്യയും ഭർത്തവും കളി അതോടെ അവസാനിക്കുള്ള ദൈവമേ. കൊടുത്ത കൊല്ലത്ത് കിട്ടുന്ന വക്കീലിന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ചാൻസ് ആണിത്. ഹലോ മാഡം, ഒരു 5 മിനിറ്റ്, ഞാൻ ദേ എത്തി. അമ്മേ, ഇനി പേടിക്കാനൊന്നുമില്ല. സമൃദ്ധയിൽ പഴയ ഓർമ്മകൾ ഒന്നും ഇപ്പോ ഇല്ല. പൂർണ്ണമായും അവള് ഗോകുലിന്റെ ഭാര്യ മാത്രമാണ്. മോള് നല്ല ഉറക്കത്തിലായിരുന്നു, അതാ അമ്മ വിളിക്കാഞ്ഞത്. ക്ഷീണമൊക്കെ മാറിയോ? എനിക്കെന്താ പറ്റിയേ? അല്ല, എന്തിനാ നമ്മള് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്? ഗൗരിമോൾ എവിടെ? അതൊക്കെ പറയാം. ആദ്യം മോള് ഒരു ചായ കുടിക്കേ. ഈ ഉറങ്ങി എഴുന്നേറ്റിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കുടിക്കേ.